കൊൽക്കത്ത ലോ കോളേജ് ബലാത്സംഗ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ ഉള്ളത്. കേസിലെ മുഖ്യപ്രതി ഇരയെ ഉപദ്രവിക്കുന്നതിന്റെ നിരവധി വീഡിയോകൾ ചിത്രീകരിക്കുകയും അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കുറ്റപത്രത്തിൽ പറയുന്നു. മുഖ്യപ്രതി മനോജിത് മിശ്ര വിദ്യാർത്ഥിനിയുടെ ഒന്നിലധികം വീഡിയോകൾ ചിത്രീകരിച്ചെന്നും അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും 650 പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നു. യുവതിയുടെ വൈദ്യപരിശോധനയിൽ ബലാത്സംഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും പ്രതിയുടെ DNA ഫോറൻസിക് സാമ്പിളുകളുമായി യോജിക്കുന്നുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ജൂൺ 25-ന് സൗത്ത് കൽക്കട്ട ലോ കോളേജ് ക്യാമ്പസിൽ വെച്ച് 1ാം വർഷ വിദ്യാർത്ഥിനിയെ മുഖ്യപ്രതിയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മനോജ് മിശ്ര, കൂട്ടുപ്രതികളായ സൈബ് അഹമ്മദ്, പ്രമിത് മുഖോപാധ്യായ എന്നിവർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. 3 മുഖ്യപ്രതികളും സെക്യൂരിറ്റി ഗാർഡ് പിനാക്കി ബാനർജിയും ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികൾ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യം അന്വേഷണത്തിനിടെ പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രതികൾ പെൺകുട്ടിയെ ബന്ദിയാക്കി വലിച്ചിഴയ്ക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മറ്റു പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും ഇരയുടെ നിരവധി അശ്ലീല വീഡിയോകൾ കണ്ടെടുത്തിട്ടുണ്ട്. ചുമരിൽ സ്ഥാപിച്ചിരുന്ന എക്സ്ഹോസ്റ്റ് ഫാനിന്റെ ദ്വാരത്തിലൂടെയാണ് പ്രതികൾ ഈ വീഡിയോകൾ ചിത്രീകരിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ വീഡിയോകളിൽ ചിലരുടെ ശബ്ദം കേൾക്കാം. ഈ ശബ്ദ സാമ്പിളുകൾ പ്രതികളുടേതുമായി യോജിക്കുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളുടെ മൊബൈൽ ലൊക്കേഷൻ കുറ്റകൃത്യം നടന്ന സ്ഥലത്തായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പോലീസിനെയോ സമീപത്തുള്ളവരെയോ അറിയിക്കുന്നതിന് പകരം സെക്യൂരിറ്റി ഗാർഡായി പിനാക്കി ബാനർജി ഗാർഡ് റൂം പൂട്ടിയിടുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിൽ ഇയാൾ സംഭവസ്ഥലത്ത് ഉള്ളതായി കാണാം. ഇയാളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും സുരക്ഷാ ജീവനക്കാരൻ ഗാർഡ് റൂം പൂട്ടിയെന്നും മറ്റാരെയും അറിയിച്ചില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഇതോടെയാണ് കേസിൽ ഇയാളും പ്രതി ചേർക്കപ്പെട്ടത്. മുഖ്യപ്രതിയും തൃണമൂൽ കോൺഗ്രസ് മുൻ വിദ്യാർത്ഥി നേതാവുമായ മനോജിത് മിശ്രയെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മുഖ്യപ്രതി മനോജിത് കോളേജിലെ താൽക്കാലിക ജീവനക്കാരൻ കൂടിയായിരുന്നു. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും സുരക്ഷാ ജീവനക്കാരൻ ഗാർഡ് റൂം പൂട്ടിയെന്നും മറ്റാരെയും അറിയിച്ചില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഇതോടെയാണ് കേസിൽ ഇയാളും പ്രതി ചേർക്കപ്പെട്ടത്. എന്തായാലും ഈ സംഭവത്തിന് മുമ്പ് മനോജിത് മിശ്ര 8 തവണ അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾ ഇയാളെ ജാമ്യത്തിൽ ഇറക്കുകയായിരുന്നു പതിവ്. 2024 മുതൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന ഇയാളെ പിരിച്ചുവിടുകയും സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളായ അഹമ്മദിനെയും മുഖർജിയെയും പുറത്താക്കുകയും ചെയ്തിരുന്നു.